ഹായ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമുക്കിത് നല്ല നാച്ചുറലായിട്ട് നല്ല എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ, അതായത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലിനെ പരിചയപ്പെട്ടാലോ. അതായത് അങ്ങനെ അലർജി, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനോട് അലർജി മീൻസ് പാലിനോട് അലർജി ഉള്ളവർക്ക് അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ടിട്ടായാലും എന്തായാലും ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നാച്ചുറലാണ്, ഏത് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ അലർജിയെന്ന് ഞാനിതുവരെ കേട്ടിട്ടുമില്ല കേട്ടോ. അപ്പം അതെന്താണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. അപ്പം നമ്മൾ ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ മിൽക്ക് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഏറ്റവും നല്ല നാച്ചുറൽ ക്ലെൻസിങ് മോഡ് എന്ന് പറയുന്നത് മിൽക്ക് തന്നെയാണ്. മിൽക്ക് വെച്ചിട്ടൊന്ന് റൊട്ടേറ്റിംഗ് മസാജ് ചെയ്തിട്ട് കോട്ടൺ വെച്ചിട്ട് തുടച്ചെടുക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു ഇൻഗ്രീഡിയൻറ്റിലെ അത് വെച്ചിട്ട് അതും മിൽക്കും കൂടെ ഒന്ന് മെഷ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഒന്ന് ഫേസും നെക്കും ഒക്കെ ഒന്ന് കവർ ചെയ്യണം, അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മസാജസ് വരുന്നത്. മസാജസിൻ്റെ രീതി നിങ്ങൾ നോക്കണം. ഫേഷ്യൽ മസാജ് പാർലറിൽ ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ്, പക്ഷേ മുഴുവനും ഇല്ല. പാർലറിൽ ചെയ്യുന്ന എക്സാക്ട്ലി ആ രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം നോക്കിയിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. നമ്മൾ നെക്കിലാണ് ആദ്യം മസാജസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പം എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നൊന്ന് പ്രത്യേകിച്ചൊന്ന് നോക്കിയിട്ട് അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ മസാജസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഓവർ പ്രഷർ കൊടുക്കാൻ പാടില്ല, പിന്നെ കൈ ഓവർ ഹീറ്റ് ആവാനും പാടില്ല. അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഐസ് വാട്ടറിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ വെച്ച് മീൻസ് എന്തെങ്കിലും ഒരു ക്രീമോ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ഏജൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ചെയ്യാം. നെക്ക് മസാജ് അപ്വാർഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചിന്നിലേക്ക് വരികയാണ്. ചിന്നിൽ അങ്ങനെ ഒരു എന്താ പറയുക, മുകളിലോട്ടൊരു അപ്പാട് രണ്ട് സൈഡിലേക്കും സിമെട്രിക്കലായിട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചെയ്തിരിക്കുന്ന പോലെ തന്നെ, ഞാനത് എസ്പെഷ്യലി എടുത്തെടുത്ത് പറയണില്ല, നിങ്ങളൊന്ന് നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി. പിന്നെ ഈ ഫേസ് ഓൾ ഓവർ ദ ഫേസ് നമ്മൾ മസാജിങ് കവർ ചെയ്യണം. ഈ മസാജിങ് എല്ലാം പോയിൻറ്റ്സ്, പ്രഷർ പോയിൻറ്റ്സ് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ ഫേസിൻ്റെ എല്ലാ ഏരിയയും കവർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഈ കണ്ണിൻ്റെ ചുറ്റിനൊക്കെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് ചെയ്യണം. ഒട്ടും പ്രഷർ കൊടുക്കരുത്. ഭയങ്കര സെൻസിറ്റീവ് ഏരിയയാണ്. നമ്മുടെ ഫേസിൻ്റെ സ്കിന്ന് പൊതുവേ സെൻസിറ്റീവാണ്. അതിൻ്റെ എസ്പെഷ്യലി ചുണ്ടിൻ്റെ രണ്ട് സൈഡ്, മൂക്കിൻ്റെ രണ്ട് സൈഡ്, കണ്ണിൻ്റെ ചുറ്റുമൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ്. നമ്മുടെ ഫോർഹെഡും നമ്മൾ ഭയങ്കരമായിട്ട് മസാജ് കൊടുക്കണം. അത് തീരെ പ്രഷർ കുറച്ചൊന്നും പറയണില്ല, എന്നാലും ജെല്ലി മസാജാണ് കൊടുക്കേണ്ടത്, അപ്പാടാണ് കൊടുക്കേണ്ടത്. അതുപോലെ റിങ്കിൾസ് കുറയാനായിട്ടൊക്കെ അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണേ. നമ്മളിപ്പോൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും അതിപ്പോൾ നാച്ചുറലാണെങ്കിലും അല്ല കെമിക്കലി നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന ക്രീമുകൾ അങ്ങനത്തെയൊക്കെ ആണെങ്കിലും നമ്മളൊന്ന് രണ്ടു വട്ടം ആലോചിക്കാം. അതുപോലെ നമ്മുടെ സ്കിന്നെ ഒന്ന് പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പ്രോഡക്റ്റിനോട് അലർജി ഉണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഈ സ്റ്റീറോയിഡ് കണ്ടൻ്റ് ഉള്ള ഒരു ക്രീമുകളും യൂസ് ചെയ്തിരിക്കുക അണ്ടർ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ അല്ലാണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റീറോയിഡ് കണ്ടൻറ്റ് ഉള്ള ക്രീമായാലും മെഡിസിൻ ആയാലും അതൊരു ഡോസ് സ്റ്റാർട്ട് ചെയ്താൽ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡോസ് കുറച്ചിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുക. അതൊക്കെ ഒരു ഡോക്ടറിൻ്റെ അണ്ടറിലല്ലാതെ, ഡോക്ടറിൻ്റെ അഡ്വൈസിലല്ലാതെ ചെയ്താൽ, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് നമുക്ക് പിന്നെ കവറപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ വില കൊടുക്കേണ്ടി വരും. അങ്ങനെ വില കൊടുക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളൊക്കെ യൂട്യൂബിൽ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും, ചിലരെ പറ്റിയൊക്കെ. എന്താണെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടിയാലും ശരി അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പാക്ക് ഇടാം കേട്ടോ. പാക്ക് ഇടുന്നതിന് മുമ്പ് ഈ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഞാനിപ്പോൾ പറയും, പക്ഷേ ഞാൻ പറഞ്ഞതിന് മുന്നേ നിങ്ങൾക്കത് മനസ്സിലായില്ലയോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് പപ്പായയാണ്. പപ്പായ ഫേഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, റെഡിമെയ്ഡ് ഫേഷ്യൽ കിറ്റൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ നാച്ചുറൽ പപ്പായ, പഴുത്ത പപ്പായ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണേ. പച്ച പപ്പായ വെച്ച് ചെയ്യാൻ നിൽക്കരുത്, പക്ഷേ പഴുത്ത പപ്പായ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ലോണം പഴുത്തതെടുക്കണം. അതേപോലെ അതിൻ്റെ കൂടെ മിൽക്ക് പറ്റുന്നവർ മിൽക്ക് ആഡ് ചെയ്യുക, ഹണി അല്ലാത്തവർ ഹണിയോ ഗ്ലിസറിനോ ആഡ് ചെയ്യുക. എങ്ങനെയാണെങ്കിലും അത് വെച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മസാജസ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് പപ്പായയുടെ ഒപ്പം മിൽക്ക്, റാഗി പൗഡറാണ് ഞാനിപ്പം യൂസ് ചെയ്തിരിക്കുന്നത്. ഗോതമ്പ് പൊടിയാണെങ്കിലും അരിപ്പൊടിയാണെങ്കിലും ബെസ്റ്റാണ്. ഈ റോസ് വാട്ടർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പാലിൻ്റെ കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അതല്ലാതെ റോസ് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പാലല്ലാന്നുണ്ടെങ്കിൽ പാൽ യൂസ് ചെയ്യാത്തൊരു ഹണിയോ ഗ്ലിസറിനോ യൂസ് ചെയ്താൽ മതി റോസ് വാട്ടറിൻ്റെ ഒപ്പം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക.